ഓക്കെ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കഴിയുന്നതും ഇന്ററാക്റ്റീവ് ആക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്തിടുക. ഞാൻ ഈ സെഷന്റെ എൻഡിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാനത് വന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് സക്സസ് ഫോർമുല ഫോർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് കരിയർ എന്നുള്ളതാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാം അല്ലെങ്കിൽ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഞാനൊരു ആയിരക്കണക്കിന് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് പല കമ്പനികളിലേക്ക് എടുത്തതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് ഒന്ന്. രണ്ട്, ഫിൻപ്രൂവിൽ നമ്മൾ ഒരു 5000-ന് മേളിൽ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ലുലു പോലെ, EXL പോലെ, EY പോലെ വലിയ കമ്പനികളിൽ പ്ലേസ് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അടുത്ത ഒരു ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ വളരെ പേഷ്യന്റ് ആയിട്ട് കേട്ടിരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട്സ് കൂടെ എടുക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിട്ട് മാറ്റാം നമുക്കിത്. അപ്പം ഈ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അവിടുന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇപ്പൊ പേപ്പർ വായിക്കുന്ന ശീലമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പൊ അച്ഛനോ അമ്മയോ ചേട്ടനോ ഒക്കെ വായിക്കുന്ന പേപ്പറൊക്കെ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്പം മനോരമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബുധനാഴ്ചകളിൽ അതിൽ ജോബ് വേക്കൻസീസ് വരും. അപ്പൊ ഞാനിപ്പോ അതിൻ്റെ അകത്ത് വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ടിരിക്കുക. ഈ ഒരു ചെറിയ സ്ക്രീൻഷോട്ടിൽ പോലും നിങ്ങൾക്ക് കാണാം 3 അക്കൗണ്ടിങ് വേക്കൻസീസ് ഉണ്ട്. അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട്, അക്കൗണ്ടന്റ് വിത്ത് ടാലി വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നിങ്ങൾ ഇതേ സാധനം തന്നെ പോയി ഓൺലൈൻ സെർച്ച് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓൺലൈനിൽ നിങ്ങൾ അക്കൗണ്ടിങ് ജോബ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ട്. 774 അക്കൗണ്ടിങ് ജോബ്സ് ആൻഡ് വേക്കൻസീസ് ഇൻ കേരള. അത് ഇൻഡീഡിൽ. നൗക്കറിയിൽ പറയുന്നു 1171 വേക്കൻസി, 1171 വേക്കൻസീസ്, അക്കൗണ്ടന്റ് വേക്കൻസീസ് കേരളത്തിലുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ വേക്കൻസീസ് ആണ് ഓരോ ദിവസവും ഇതേപോലത്തെയുള്ള ജോബ് പോർട്ടൽസിലും പേപ്പറുകളിലും തൊഴിൽ വീതി പോലത്തെ സാധനങ്ങളിലും ഒക്കെ ലിസ്റ്റായി വരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് പബ്ലിഷായ ഒരു മേജർ റിപ്പോർട്ടിൽ പറയുന്നത് 67% ഗ്രാജുവേറ്റ്സ് 67% ഗ്രാജുവേറ്റ്സ് അൺഎംപ്ലോയിഡ് ആണ്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ നിന്നുള്ളവരും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ഓഫ് അക്കൗണ്ടിങ് ഗ്രാജുവേറ്റ്സ് 90% ഓഫ് അക്കൗണ്ടിങ് ഗ്രാജുവേറ്റ്സ് കോളേജ് സ്റ്റുഡൻസ് ജോബ് റെഡി അല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത് ചെറിയൊരു പെർസെൻറ്റേജ് അല്ല, അല്ലെ? 90% എന്ന് പറയുന്നത് ചെറിയൊരു പെർസെൻറ്റേജ് അല്ല, 90%. അപ്പം പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ഗ്രോത്തിൽ ഒരു ക്ഷാമവും ഇല്ല. ഈ IT ആൻഡ് ITES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പേറോള് പോലത്തെ ജോബ്സ്, KPO പോലത്തെ ജോബ്സ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു സൈഡിൽ പറയുന്നു 90% ഓഫ് കോളേജ് ഗ്രാജുവേറ്റ്സ് ജോബ് റെഡി അല്ല, വേറൊരു സൈഡിൽ പറയുന്നു ജോബ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുമുണ്ട്. അപ്പൊ എവിടെയായിരിക്കും ഈ ഒരു ഇഷ്യൂ? അതായത് നമ്മൾ കോളേജിൽ BCOM-ലും MCOM-ലും BBA-ലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഇതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കയറുമ്പോൾ അവിടെ അതിഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാര്യം ഒരു BCOM-കാരനെ ഹയർ ചെയ്യുക, ഒരു MCOM-കാരനെ ഹയർ ചെയ്യുക, ഒരു BBA കഴിഞ്ഞ ഒരാളെ ഹയർ ചെയ്യുക. അപ്പൊ ആ കമ്പനി നിങ്ങളെ അവിടെ ഹയർ ചെയ്ത് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ജൂനിയർ അനലിസ്റ്റ് എന്നൊക്കെ പറയുന്ന റോളിൽ ഇരുത്തുമ്പോൾ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ? ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ നിങ്ങളും ഒരു കാലത്ത് ഞാനും റെഡി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഫിൻപ്രൂവിനെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്, ഇവിടെയാണ് ഇൻഡസ്ട്രി. ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണം. അപ്പൊ ഈ ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? ഒരു BCOM കഴിഞ്ഞ് MCOM കഴിഞ്ഞ് നിങ്ങളെ സംബന്ധിച്ച് 2 റൂട്ട് നിങ്ങൾക്ക് എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് പോവാം. അതായത് BCom അല്ലെങ്കിൽ അതായത് CA അല്ലെങ്കിൽ ACCA അല്ലെങ്കിൽ CMA പോലത്തെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓറിയന്റഡ് പ്രോഗ്രാമിന് പോവാം. അപ്പം ഒരു CAക്ക് പോകുമ്പോഴത്തേക്കും
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 3 വർഷം വേറെ ഒരു പണിക്കും പോകാതെ വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ ഫുൾ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്ത് 3 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി പേരും ഇതുപോലത്തെ കോഴ്സസിന് പോകാത്തതിന്റെ ഒരു റീസൺ ഇതിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ചിലപ്പം 5 to 6% ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു ജോലിയാണ് ആവശ്യം. ഇത്രയും നാള് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, ഇനി നിങ്ങൾക്ക് അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എന്റെ വീട്ടിലേക്ക് കുറച്ച് സാലറി, കുറച്ച് ഇൻകം എത്തിക്കണം, എനിക്ക് എന്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ജോബ് ഓറിയന്റഡ് പ്രോഗ്രാമിനാണ്. അപ്പോൾ അത് അക്കൗണ്ടിങ് പ്രോഗ്രാംസും ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസും ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഈ അക്കൗണ്ടിങ് കരിയറിന്റെ ഒരു വളരെ മേജർ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഗ്ലോബലാണ്. കാര്യം നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ടാലി ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ SAP പോലത്തെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കുവാണെങ്കിൽ ഇത് ഇന്ത്യയിൽ മാത്രമാണോ പ്രയോജനം? അല്ല. നിങ്ങൾ നാളെ ഗൾഫിൽ പോയി കഴിഞ്ഞാലും ഇത് പ്രയോജനപ്പെടും. അപ്പൊ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും നമുക്ക് ഈ സാധനം ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇന്ത്യൻ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്, GST പഠിക്കുന്നുണ്ട്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നിയമം ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല. ഞാൻ ലോകത്ത് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹോങ്കോങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ച, ഇത്രയും കഷ്ടപ്പാട് പിടിച്ചൊരു നിയമം ലോകത്ത് ഒരിടത്തും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെപ്പോഴും പറയത്തില്ല ഇന്ത്യൻ റോഡുകളിൽ ഓടിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും ഓടിക്കാമെന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ GST, ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിങ്ങൾക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ UAE-ലെ VAT, UAE-ലെ കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പുഷ്പം പോലെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി അപ്വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി റിസർച്ച് ചെയ്യുക. അപ്വർക്ക്, UPWORK. അവിടെ ഇഷ്ടംപോലെ ഫോറിൻ കമ്പനികൾ ജോബുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്വിക്ക് ബുക്സ് പോലെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ജോബുകൾക്ക് പോയി നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ ജോബ് ചെയ്യാം. അവിടെ $50, $100, $200 ആയിരിക്കും ഓരോ ജോബും പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാം. അപ്പൊ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കരിയർ എടുത്തവര് അവർ ഭയങ്കര മിടുക്കന്മാരാ. കാര്യം എന്താ അറിയോ, ഈ ഒരു കരിയറിന് ഗ്ലോബൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എവിടെ ചെന്നാലും നിങ്ങളുടെ CV-ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ഇനി മിഡിൽ ഈസ്റ്റിലെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ വളരെ വളരെ ഹൈ ലെവൽ ആയിട്ടൊന്ന് പറഞ്ഞു, എന്നാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. UAE-ലെ VAT ഉണ്ട്. അപ്പം UAE-ൽ നിങ്ങളൊരു ജോബ് നോക്കുക, ആരെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബ്രദർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ട് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും അവർ ആദ്യം ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് UAE VAT അറിയാമോ എന്നുള്ളതാണ്. ഇനി നിങ്ങളിൽ പലർക്കും അറിയാം UAE-ൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോർപ്പറേറ്റ് ടാക്സ് അറിയാമോ? അറിയാൻ മേലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്ത് ശമ്പളവും തന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം ആ കമ്പനിക്ക് ഇല്ലല്ലോ. അപ്പം നിങ്ങൾ പോകുമ്പോഴത്തേക്കും UAE VAT അറിയണം, UAE കോർപ്പറേറ്റ് ടാക്സ് അറിയണം. ഇനി കരിയർ തുടങ്ങാൻ പോകുന്ന നിങ്ങളോട് എനിക്കുള്ള ഒരു മേജർ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പൈസ ആയിരിക്കരുത്, അല്ല സാലറി ആയിരിക്കരുത് നിങ്ങളുടെ പ്രൈമറി കൺസേൺ. കാര്യം നിങ്ങൾ അവിടെ നിങ്ങളുടെ ബേസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ എനിക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഈ കമ്പനിയിൽ എനിക്ക് ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ, ഈ കമ്പനിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ, എത്ര നാളായി ഈ കമ്പനി നന്നായിട്ടാണോ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ഡീസെന്റ് പാക്കേജ് അവിടെ കിട്ടുന്നുണ്ടോ, ഇതായിരിക്കണം നിങ്ങളുടെയും. ഇങ്ങനെ നിങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ജോബ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ജോബിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാലറി ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാലറി ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ ആദ്യമേ സാലറി നോക്കിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ സ്പീഡിൽ പോയി എന്ന് വരത്തില്ല. ഇനി ഈ BFSI എന്ന് പറയുന്ന സെക്ടർ എന്താ? ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ് എന്ന് പറയുന്ന സെക്ടർ. അപ്പം ഇന്ത്യയിൽ IT ജോബിനായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടി നിന്ന ജോബുകൾ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പലരും കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിന്റെ പലരുടെയും IT ജോബുകൾ പോകുന്നുണ്ട്. IT-യിൽ പഴയതുപോലെ ജോബുകൾ ക്രിയേറ്റ് ആവുന്നില്ല. ഈവൻ എഞ്ചിനീയേഴ്സിന് പോലും ജോബുകൾക്ക് ക്ഷാമമുണ്ട്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ ഒരു സെക്ടർ അക്കൗണ്ടിങ്ങിലും ഫിനാൻസിലും ജോബുകൾ മേളിലേക്ക് കയറി പോവുക. അത് ബാങ്കിങ്ങിലാവട്ടെ, അക്കൗണ്ടിങ് ജോബുകളാവട്ടെ, അതിഭയങ്കരമായിട്ട് ജോബുകൾ ഈ സെക്ടറിൽ ക്രിയേറ്റ് ആവുക. കാര്യം ഇഷ്ടംപോലെ പുതിയ ബാങ്കുകൾ വരുന്നു. കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഇസാഫ് ബാങ്കോ അല്ലെങ്കിൽ ബന്ധൻ ബാങ്കോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ആയി വരുമോ. അപ്പൊ നമ്മളെ പോലെ അക്കൗണ്ടിങ്ങിലുള്ള കൊമേഴ്സിലുള്ള ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് യാതൊരു ക്ഷാമവും ഇല്ല. ഇനി ഒരു കമ്പനിയിൽ ഒരു കമ്പനിയിൽ നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ഈ കമ്പനിയിലെ എക്സ്പെക്ടേഷൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ കയറുമ്പോൾ അവിടെയുള്ള എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഡേറ്റ എൻട്രി ചെയ്താൽ മതി. ആരെങ്കിലും ഒക്കെ എൻക്വയറി ചെയ്ത എക്സ്പെൻസസിന്റെ വൗച്ചർ നിങ്ങൾ എൻട്രി ചെയ്യുന്നു, ആരെങ്കിലും ഒക്കെ ചെയ്ത സെയിലിന്റെ വൗച്ചർ നിങ്ങൾ എൻട്രി ചെയ്യുന്നു. ഇന്ന് ആ എക്സ്പെക്ടേഷൻ പാടെ മാറി. കാര്യം എല്ലായിടത്തും ഓട്ടോമേഷൻ വരുക. ടാലിയിലൊക്കെ ഇഷ്ടംപോലെ ഓട്ടോമേഷൻ ഉണ്ട്, സോഹോയിൽ ഓട്ടോമേഷൻ ഉണ്ട്, SAPയിൽ ഓട്ടോമേഷൻ ഉണ്ട്. അപ്പൊ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനിയിലെ നിങ്ങൾ നാളെ ഒരു ജോലിക്ക് കയറുമ്പോൾ എന്താ എക്സ്പെക്ടേഷൻ എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. സി ഏറ്റവും ആദ്യത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നോളജ് അബൌട്ട് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്. എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്? അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന തിയറിറ്റിക്കൽ അക്കൗണ്ടിങ് അല്ല. തിയറിറ്റിക്കൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങൾക്കൊരു തംസം. പക്ഷെ കമ്പനിക്ക് വേണ്ടത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്. അതായത് ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നത് വരെയുള്ള ഇഷ്ടംപോലെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. നിങ്ങൾ നാളെ ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ആനന്ദ് പർച്ചേസ് ഫർണിച്ചർ വർത്ത് ₹1 lakh എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ അവിടെ കാണാൻ പോകുന്നത് കുറെ വൗച്ചറുകളും കുറെ ഇൻവോയ്സുകളും. ഈ വൗച്ചറുകളും ഇൻവോയ്സുകളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോബ് നമ്പർ 1. ജോബ് നമ്പർ 1. ഇനി നിങ്ങളുടെ അടുത്ത ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. നിങ്ങൾ ഒരു കമ്പനിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ ടാലി ആയിരിക്കാം, സോഹോ ബുക്സ് ആയിരിക്കാം, SAP ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു കമ്പനിയിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളാണ് ആ കമ്പനിയുടെ ഓണർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജൂനിയറിനെ എടുത്തെടുത്തിട്ട് പറയുമോ, മോനെ നീ പഠിച്ചോ, എന്റെ ചെലവിൽ നീ പഠിച്ചോ, നിനക്ക് ഞാൻ ശമ്പളം തരാം, മോളെ നീ പഠിച്ചോ, നിനക്ക് ഞാൻ ശമ്പളം തരാം, നീ ഇവിടെ ഇരുന്ന് 3 മാസം പഠിച്ചോ എന്ന് നിങ്ങളാണെ പറയുമോ? അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് നിങ്ങളൊരു ജോബിൽ കയറുമ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ഇയാൾക്ക് ടാലി പ്രൈം നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം, ഇൻഡെപ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാം, അല്ലാതെ അതിൻ്റെ അകത്ത് കുറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ ഇതല്ല, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനോ അല്ല. സോഹോ ബുക്സ് എന്ന് പറയുന്ന ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് സോഹോ ബുക്സ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഈ ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കമ്പനികളിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സോഹോ ബുക്സ് അറിഞ്ഞിട്ട് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ ചെലവിൽ 3 മാസം ഇരുന്ന് പഠിക്കാനായിട്ട് അവർ നിങ്ങളെ പ്രിഫർ ചെയ്യത്തില്ല. ഇനി ഏതൊക്കെ കമ്പനികളിലാണ് SAP യൂസ് ചെയ്യുന്നത്? കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക വലിയ കമ്പനികളിലും വിഗാർഡ് പോലെയുള്ള അല്ലെങ്കിൽ വിസ പോലെയുള്ള കമ്പനികളിൽ SAP യൂസ് ചെയ്യുന്നത്. മൈജിയിൽ SAP യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നാളെ ഇതേപോലത്തെ ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കും ആ SAP അറിഞ്ഞിട്ട് പോകണോ വേണ്ടയോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ടാലി പ്രൈം നിർബന്ധമാണ്. ടാലി പ്രൈമിന്റെ ബേസിക്സ് അല്ല ഞാൻ പറയുന്നത്. സോഹോ ബുക്സ് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓൺലൈൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. SAP വലിയ കമ്പനികളിൽ SAP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ SAPയുടെ ഫിനാൻസ് മൊഡ്യൂൾ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് മൊഡ്യൂൾ നിങ്ങൾ ഏത് പ്രൊഫൈലിലേക്കാണ് പോകുന്നതെന്ന് പോലെ അത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് MS Excel ആണ്. അപ്പം നിങ്ങൾ ഒത്തിരി പേർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. എനിക്കും ആദ്യം ഉണ്ടായിരുന്നു, എനിക്ക് MS Excel നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. എന്തുകൊണ്ടാണ്? എനിക്ക് 2+3 വലിച്ചു കൂട്ടിയിട്ട് വലിച്ചിടുമ്പോഴത്തേക്കും 5 വരും എന്നറിയാം, അല്ലെങ്കിൽ സമ്മ് യൂസ് ചെയ്യാൻ അറിയാം. ഞാൻ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് എക്സലിന്റെ ഒരു 1% ആവുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സലില് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കരിയറിൽ പ്രോഗ്രസ് ചെയ്യാം. കാര്യം എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും ഒരു ജോലിക്ക് പോവുക, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എക്സൽ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു ടാസ്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ആ ടാസ്ക് 2 മണിക്കൂർ എടുക്കുന്ന ടാസ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റിൽ ചെയ്യാൻ പറ്റും. കമ്പനി ആരെ പ്രൊമോട്ട് ചെയ്യും? എന്നെ പ്രൊമോട്ട് ചെയ്യോ? നിങ്ങളെ പ്രൊമോട്ട് ചെയ്യോ? നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും.
അപ്പോൾ MS Excel എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിന്റെ ഏറ്റവും ഏറ്റവും മേജർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾ നാളെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു MIS എടുത്ത് കൊടുക്കുവാണ്, നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽസ് നിങ്ങളുടെ ഇൻവെസ്റ്ററിന് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബാങ്കിന് പ്രസന്റ് ചെയ്യുക, MS Excel എന്ന് പറയുന്ന ഒരു ടൂൾ വളരെ വൃത്തിക്ക് ഇൻഡെപ്ത് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് പോസിബിലിറ്റീസ് വളരെ വളരെ ലിമിറ്റഡ് ആണ്. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോബില് നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ജോബിൽ കയറുമ്പോൾ, നിങ്ങളൊരു ജോബിൽ കയറുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മേജർ ജോബ് പ്രൊഫൈലിൽ വരാൻ പോകുന്ന ഏറ്റവും മേജർ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ, അതായത് TDS പോലെയുള്ള കാര്യങ്ങൾ. TDS ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ കോളേജിൽ? GSTയുടെ പല റിട്ടേൺസ് ഫയൽ ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പല സ്റ്റാറ്റ്യൂട്ടറി റിട്ടേൺസ് ഫയൽ ചെയ്യാനുണ്ട്. എന്താ ഈ സ്റ്റാറ്റ്യൂട്ടറി റിട്ടേൺസ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം നിങ്ങൾ ഒരു കമ്പനിയിലാണ്. ഇപ്പൊ ഫിൻപ്രൂവ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഫിൻപ്രൂവ് ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കയറുമ്പോൾ അവിടെ കുറെ പ്രത്യേകമായിട്ടുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യാനുണ്ട്. GSTയുടെ റിട്ടേൺസ് അല്ല, ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് അല്ല, കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കുറെ റിട്ടേൺസ് ഫയൽ ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ജോലി എന്തായിരിക്കും? ഈ TDS എന്ന് പറയുന്ന സാധനം നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് പറയണം. ഞാനൊരു ട്രാൻസാക്ഷൻ പറയട്ടെ. നിങ്ങൾ ഒരു കമ്പനിയിൽ കയറി, നിങ്ങൾ അവിടെ ഒരു പ്രൊഫഷണലിന്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്, നിങ്ങളുടെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു 1 ലക്ഷം രൂപ പേയ്മെന്റ് കൊടുത്തു. എത്ര അവിടെ നിങ്ങൾ TDS ഡിഡക്ട് ചെയ്യേണ്ടത്? ഒന്ന് പെട്ടെന്ന് ചാറ്റിൽ പറയാമോ? നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. നിങ്ങൾ BCOM-നും MCOM-നും ഒക്കെ പഠിച്ചതല്ലേ? എത്ര പെർസെന്റേജ് ഡിഡക്ട് ചെയ്യേണ്ടത്? പെട്ടെന്ന് പറയണേ. ഒരു പ്രൊഫഷണലിന് ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ എത്രയാണ് നിങ്ങൾ ഡിഡക്ട് ചെയ്യേണ്ടത്? പെട്ടെന്ന് പറ, ചാറ്റി പറ, തെറ്റിയാലും സാരമില്ല. പെട്ടെന്നാവട്ടെ, നമുക്ക് ടൈമില്ല. നവീൻ പറയുന്നു 10. അടിപൊളി. 15. ഓക്കെ, 10,000 എമൗണ്ട് കറക്റ്റ് ആണ്. ശരി, അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 10% ആണ് 194J എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഡിഡക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ എക്സാമ്പിളിൽ 1 lakh കൊടുക്കുമ്പോൾ നിങ്ങൾ 10,000 ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 90,000 നിങ്ങൾ കൊടുക്കാവുള്ളൂ. അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. ഈ TDS തന്നെ മൾട്ടിപ്പിൾ റേറ്റ്സ് ഉണ്ട്. ഒരു കോൺട്രാക്ടിന്, അതായത് നിങ്ങളൊരു ഇന്റീരിയർ ഡിസൈൻ കോൺട്രാക്ട് കൊടുത്തു, നിങ്ങളൊരു കമ്മീഷൻ കൊടുത്തു, ഇതിനെല്ലാം പല 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 TDS റേറ്റുകളാണ്. ഇനി റേറ്റുകൾ ഒരു കാര്യം, ഇനി TDS റിട്ടേൺസ് ഫയൽ ചെയ്യണം. GST ഇഷ്ടംപോലെ റിട്ടേൺസും ഉണ്ട്, ഇഷ്ടംപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എന്നുള്ള റോളിൽ ഒരു മേജർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി TDSന്റെ, GSTയുടെ, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിന്റെ കാൽക്കുലേഷൻ, ഡിഡക്ഷൻ, ഫയലിംഗ്. ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ പോലെയല്ല, വളരെ ഹൈ പെനാൽറ്റിയാണ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ കാരണം ഒരു ഫൈൻ വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ത് പറയും? എടാ മോനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുവോ? ഇനി നമ്മുടെ കോളേജുകളിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യത്തിന്റെയും ഒരു ചെറിയ ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ TDS പഠിക്കുന്നുണ്ട്, GST പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതിപ്പോ ഞാൻ ഇന്ന് നെറ്റിൽ നിന്ന് എടുത്തൊരു സാധനം, ദ കംപ്ലീറ്റ് ബിഗിനേഴ്സ് ഗൈഡ് ടു സ്വിമ്മിങ്. അപ്പൊ ഞാൻ ഈ ബുക്കൊക്കെ നിങ്ങളെ കാണിച്ചു, നിങ്ങളെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണിച്ചു, എങ്ങനെയാ സ്വിം ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്തൊരു പുഴയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ രണ്ടുപേരെ തള്ളി ഇടുവെന്ന് വിചാരിക്കുക, എത്ര പേര് തിരിച്ചു വരും? തിയറിറ്റിക്കലി നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ ആക്ച്വലി നീന്തി പഠിക്കേണ്ടത് നീന്തി തന്നെ പഠിക്കണം, അല്ലെ? അപ്പൊ ഇവിടെയാണ് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യകത വരുന്നത്. കാര്യം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ചെല്ലാൻ പോകുന്നത് ഈ ആക്ച്വൽ നീന്തലിലേക്കാണ് പോകുന്നത്. നിങ്ങൾ കുറെ തിയറി അറിയാം, ബുക്കൊക്കെ നോക്കിയിട്ട് കുറെ തിയറി സ്വിമ്മിംഗ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആക്ച്വലി നീന്താൻ പോകുമ്പോഴത്തേക്കും നീന്തി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ നീന്തി പഠിക്കാം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫിൻപ്രൂവിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇഷ്ടം പോലെ ടോപ്പ് നോച്ച് കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത്രയും കുട്ടികളെ നമുക്ക് നല്ല കമ്പനികളിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ലുലു പോലെ, ലുലുവിന്റെ നിങ്ങൾക്ക് അറിയാം എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആണ്. ഇന്ത്യയിലും എമ്പാടും അതുപോലെ പുറത്തുമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ TCS ആവട്ടെ, അക്സെഞ്ചർ ആവട്ടെ, EXL എന്ന് പറയുന്ന ഒരു MNC കമ്പനി ആവട്ടെ,
അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റി, ഇവർക്ക് എങ്ങനെ ഈ ജോബ് എല്ലാം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ പറയുവാണെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണ്. അയാൾക്ക് പറ്റത്തില്ലെന്നാ പറയുന്നത്, നിങ്ങൾക്ക് പറ്റത്തില്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ഡ്രീം ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ എവിടെ എത്തണമെന്ന് നിങ്ങൾ ഡ്രീം ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ എത്താനുള്ള കേപ്പബിലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു സേയിങ് ഉണ്ട് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന 5 പേരുടെ ആവറേജ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ്. ഇവൊന്നും നടക്കുകയില്ല, ഇയാൾ ഇതൊക്കെ വെറുതെ പറയുക, വെറുതെ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നീ വിചാരിച്ച ഇതൊന്നും നടക്കത്തില്ലടേ, നീ വിചാരിച്ചാൽ ലുലുവിൽ നിനക്ക് ഒരു ജോലി കിട്ടുമോ, അല്ല EXL ഒരു ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെ പറയുന്ന നെഗറ്റീവ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പയ്യെ ദൈവത്തെ ഓർത്ത് അവരെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ മേളിലേക്ക് കയറി പോകാൻ പറ്റും. ലുലുവിന്റെ യൂസഫ് അലി സാറ് എന്ത് ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാന്ന് നിങ്ങൾക്കറിയാം. വി ഗാർഡിന്റെ കൊച്ചൗസേഫ് സാർ എന്ത് ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാന്ന് നിങ്ങൾക്കറിയാം, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒത്തിരി പേരും ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വലിയ വലിയ പൊസിഷനിലേക്ക് എത്തി ഇഷ്ടം പോലെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എഫേർട്ട് ഇടാൻ വില്ലിങ് ആണ്, നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കമ്പനികളിൽ ജോലി കിട്ടാം. അവിടുന്ന് കരിയർ പ്രോഗ്രഷൻ വന്ന് കയറി നിങ്ങൾക്ക് വളരെ നല്ലൊരു ലെവലിൽ ലൈഫിലെത്താം. കാര്യം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പോലും എന്ത് ചെലവുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. പേരൻസിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്, നാളെ കുട്ടികളാവും, സ്പൗസ് ആവും, ഇവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് 1 സെന്റ് സ്ഥലം മേടിക്കാനുള്ള വിലയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നല്ല രീതിയിൽ കരിയറിൽ പ്രോഗ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി കുറച്ചുകൂടെ വളരെ പ്രയോജനമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ അതിനു മുമ്പ് ഫിൻപ്രൂവിൽ ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാംസ് എന്താണ്, ഈ പ്രോഗ്രാംസിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഫിൻപ്രൂവിൽ നമ്മൾ നടത്തുന്ന ആദ്യത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് PG DIFA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇതാണ് ഫിൻപ്രൂവിൽ ഒത്തിരി കുട്ടികൾ എടുക്കുന്ന പ്രോഗ്രാം. ഇത് എന്തുകൊണ്ടാണ് എടുക്കുന്ന കുട്ടികൾ? കാര്യം ഇതില് SAP എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒറിജിനൽ സർട്ടിഫിക്കേഷനോടുകൂടി. ടാലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, സോഹോ ഉണ്ട്, GST, ഇൻകം ടാക്സ് എല്ലാം ഉണ്ട്. ഇനി ഇത് കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് UAE വാറ്റും UAE കോർപ്പറേറ്റ് ടാക്സും ആക്ച്വൽ കേസ് സ്റ്റഡികളിൽ കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നാളെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ജോബോ അല്ലെങ്കിൽ ഫോറിനിലോ മിഡിൽ ഈസ്റ്റിലോ ഒരു ജോബോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പ്രോഗ്രാമാണ് PG DIFA എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി അല്ല, എനിക്ക് നാട്ടിലൊരു ജോബ് മതി, എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ PG BAT എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും 9 മന്ത്സിന്റെ പ്രോഗ്രാമാണ്. ഇതിന്റെ ഏറ്റവും മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ സഹകരിക്കുവാണ്, നിങ്ങൾ പഠിക്കുവാണ്, ഈ 9 മാസം കോളേജ് ടൈമിൽ നിങ്ങൾ ഉഴപ്പി അല്ലെങ്കിൽ കറങ്ങി കിടന്നു, മരം ചുറ്റി കിടന്നു, പ്രേമിച്ചു, ഇതൊന്നും പ്രശ്നമില്ല. മാർക്ക് കുറവായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇനി അടുത്ത ഒരു 6 മാസം 9 മാസം നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയാണ് എത്തിച്ചേരാൻ ആഗ്രഹം, ഈ പ്രോഗ്രാംസ് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. ഇനി എനിക്ക് 6 മാസം കൊണ്ട് ഒരു ജോലിക്ക് കയറണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പ്രോഗ്രാമാണ് CMAT എന്ന് പറയുന്ന പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഇതിൽ SAP ഒഴിച്ച് ബേസിക്സ് ഓഫ് SAP ഉണ്ട്, അവിടെ SAP ഒഴിവാക്കുമല്ല, ബേസിക്സ് ഓഫ് SAP ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിൽ ഒരു ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പ്രോഗ്രാം ഇതാണ്. ഇനി ഈ പ്രോഗ്രാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വർക്കിംഗ് ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. IBAP എന്ന് പറയുന്ന പ്രോഗ്രാം, ഈ പ്രോഗ്രാം 4 മാസ പ്രോഗ്രാമാണ്. ഇതിന്റെ ഏറ്റവും മേജർ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലാണ് ഇതിന്റെ ക്ലാസ്. ഒരു 7 to 9 ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇതിന്റെ ക്ലാസ് കാണത്തുള്ളൂ. പക്ഷെ ഇതിനും ഏറ്റവും മേജർ അഡ്വാൻറ്റേജ് എന്താ? പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. IBAP എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യാം. നിങ്ങളുടെ കരിയർ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോവാം. ഇനി ഷോർട്ട് ടേം കോഴ്സസ് കുറെ ഫിൻപ്രൂവ് റൺ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുവാണ്, എനിക്ക് എന്റെ കരിയർ എൻഹാൻസ് ചെയ്യണം. ഇപ്പം സാറ് പറഞ്ഞ സോഹോ ബുക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ എന്റെ കമ്പനിയിൽ പറയുന്നുണ്ട് സോഹോ ബുക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ശരി, നിങ്ങൾ സോഹോ ബുക്സിന്റെ ഷോർട്ട് ടേം കോഴ്സാണ്, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാം. സോഹോ ബുക്സിന്റെ ഒറിജിനൽ സർട്ടിഫിക്കേഷൻ കൂടെയാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടാൻ പോകുന്നത്. ഇനി ടാലി, എനിക്ക് കുറെ ബേസിക്സ് ഒക്കെ അറിയാം, പക്ഷെ എനിക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ടാലി അറിഞ്ഞുകൂടാ. 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ടാലിയിൽ ഒരു എക്സ്പേർട്ട് ആവാം. ഇനി MS ഓഫീസ്,
MS ഓഫീസ്, എക്സൽ മാത്രമല്ല, പവർ പോയിന്റും വേർഡും ഒക്കെ ഉണ്ട്. നിങ്ങൾ നാളെ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റ് ടീമിന് ചിലപ്പോൾ ഒരു MIS പ്രസന്റ് ചെയ്യേണ്ടത് MS ഓഫീസ് വെച്ചിട്ടായിരിക്കും പ്രസന്റ് ചെയ്യേണ്ടത്. അന്ന് ഞാൻ പവർ പോയിന്റ് കണ്ടിട്ട് പോലുമില്ല, എനിക്ക് ഫോർമാറ്റ് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് ഇതേപോലെ പ്രസന്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തായി? അപ്പൊ MS ഓഫീസിലുള്ള 3 പ്രോഗ്രാംസ്, എക്സൽ ആവട്ടെ, വേർഡ് ആവട്ടെ, പവർ പോയിന്റ് ആവട്ടെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ, വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ഗൾഫ് അക്കൗണ്ടിംഗ് അനലിസ്റ്റ് പ്രോഗ്രാം. എന്താണ്? ഗൾഫ് അക്കൗണ്ടിംഗ് അനലിസ്റ്റ് പ്രോഗ്രാം. 3 മാസത്തെ പ്രോഗ്രാമാണ്. ഈ 3 മാസത്തില് നിങ്ങളെ ടാലി പഠിപ്പിക്കും, UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് പോലെ. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഇഷ്ടംപോലെ പേര് മിഡിൽ ഈസ്റ്റില്, ദുബായിലേക്ക് വിസിറ്റ് വിസയൊക്കെ എടുത്തു പോകും, പലയിടത്തും കറങ്ങി നടക്കും ജോബിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ അളിയന്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് പോയാലേ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. മിഡിൽ ഈസ്റ്റില് ജാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാർട്ണറാണ് ഞാൻ. ഞങ്ങൾക്ക് ദുബായ് ഓഫീസ് ഉണ്ട്, അതുകൊണ്ട് ആണ് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ DIA എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതൊന്നും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇല്ലാത്ത പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി, എനിക്ക് എന്റെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്താൽ മതി എന്നുള്ളവർക്കുള്ള പ്രോഗ്രാമാണത്. ഇനി ഒത്തിരി ജോബുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡൊമൈനിൽ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അപ്പം നമ്മളെ പോലെ ഞാൻ BCom കഴിഞ്ഞ ആളാണ്. BCom കഴിഞ്ഞ ആൾക്കാർക്ക് അക്കൗണ്ടിങ് മാത്രമല്ല ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഒരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടംപോലെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, BCom ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എടുത്ത് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടിങ് പോലെ തന്നെ ഭയങ്കര ഗ്ലോബൽ റെലവൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജോബ് കിട്ടാം, നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് ജോബ് കിട്ടാം, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ജോബ് കിട്ടാൻ സാധ്യതയുള്ള. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് ജോലി പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബാങ്ക് കോച്ചിങ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ റീറ്റെയിൽ ബാങ്കിങ്. അതായത് ഇസാഫ് പോലെയുള്ള, ഇൻഡസിൻഡ് പോലെയുള്ള ബാങ്കുകളിൽ ഇഷ്ടം പോലെ ജോബ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇൻഡസിൻഡ് പോലെയുള്ള ബാങ്കുകൾ ഇഷ്ടം പോലെ ജോബ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ജോബുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? അതിനുള്ള ഒരു പ്രോഗ്രാമാണത്. അപ്പൊ നിങ്ങളെ ഇസാഫിൽ ഒരു എൻട്രി ലെവൽ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇൻഡസിനിൽ ഒരു എൻട്രി ലെവൽ പ്രോഗ്രാമിൽ ട്രെയിൻ ചെയ്ത് കയറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ റീറ്റെയിൽ ബാങ്കിങ്. ഇനി ഇന്ന് നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ കരിയറിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ ഇംപ്രൂവ് വെക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സെമിനാറിൽ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമായിട്ട് നമ്മുടെ ജോബ് ഓറിയന്റഡ് കോഴ്സസിന് ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന, ഇത് കഴിഞ്ഞിട്ട് തരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് പറയാം, ഞാൻ ഇന്നലത്തെ വെബിനാർ അറ്റൻഡ് ചെയ്തിരുന്നു, എനിക്ക് ആ ഡിസ്കൗണ്ട് ഓഫറിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് ഓഫർ കിട്ടും. ഇനി സെന്ററിലേക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് ഓൺലൈൻ ചെയ്താൽ മതി എന്നുള്ളവർക്ക് 15% ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്തവർക്കുള്ള ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രോഗ്രാമാണ്. ഞാൻ തരുന്ന ഈ നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ വിളിക്കുക. നിങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓഫർ ഉള്ളൂ. ഈ ഓഫർ ഫ്രൈഡേ 9 മണിക്ക് എൻഡ് ചെയ്യും. ലൈഫിൽ ചില സമയത്തുണ്ടല്ലോ, നമ്മളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, ഒരു ചാൻസ് എടുക്കുക. ആ ഒരു ചാൻസ്, ആ ഒരു ഇതായിരിക്കും നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് കയറ്റിക്കൊണ്ടുപോകുന്നത്. അല്ലാതെ ആലോചിച്ചു നിന്നു, എന്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്തു. ഫ്രണ്ട് ചെയ്തോട്ടെ, അവന്റെ ലൈഫ് പാത്ത് അല്ലല്ലോ നിങ്ങളുടെ. അവൻ ചിലപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ഡിസ്കൗണ്ട് ഓഫറും കിട്ടും. അപ്പൊ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുക. കാര്യം നാളെ ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫ്രണ്ട്സ് ഒന്നുമില്ല. നാളെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഇൻകം കൊണ്ടുവരേണ്ട നിങ്ങൾ തന്നെ, ഈ ഫ്രണ്ട് അല്ല. ഇനി നേരത്തെ വീണ നമ്മുടെ സെന്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ സെന്റേഴ്സ് കൂടാതെ നമുക്ക് ബാംഗ്ലൂർ ഒരു സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് ബാംഗ്ലൂർ പോയി അവിടുത്തെ അടിപൊളി കമ്പനികളിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുക. ഇനി അല്ല, നിങ്ങൾക്ക് നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല, എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഓൺലൈനിലും അറ്റൻഡ് ചെയ്യാം. ഓൺലൈനിൽ അറ്റൻഡ് ചെയ്താലും ഫിസിക്കലി അറ്റൻഡ് ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ്, അതേ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ തിരിച്ച് എന്റെ സബ്ജക്റ്റിലേക്ക് വരാം. നിങ്ങൾ നാളെ ഒരു ജോബിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഏത് ഇൻഡസ്ട്രി സെക്ടറിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നതെന്നല്ലേ. ചിലപ്പം അത്
അത് സ്കൈലൈൻ പോലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മൈജി പോലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസം കമ്പനിയിലായിരിക്കാം, അല്ലെങ്കിൽ EXL ഒക്കെ പോലെ ഒരു IT എനേബിൾഡ് കമ്പനിയിലായിരിക്കാം, ഒരു BPO കമ്പനിയിലായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയാം, അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടേതായിട്ടുള്ള കുറെ പ്രത്യേകതകളുണ്ട്. ട്രേഡിങ്ങിന്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാര്യം മൈജി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 110 ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചുകളുടെ അക്കൗണ്ടിങ് ഹെഡ് ഓഫീസിൽ ഇരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഫിൻപ്രൂവ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 12 സെന്റേഴ്സ് ഉണ്ട്, 12 ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഈ 12 ബ്രാഞ്ചുകളുടെ അക്കൗണ്ടിങ് ഹെഡ് ഓഫീസിൽ ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര ജോലിയല്ല. ഇനി നിങ്ങൾ കയറുന്ന ചിലപ്പോൾ ഒരു NBFC-യിലായിരിക്കാം, മുത്തൂറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു NBFC-യിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ കയറുന്ന ആസ്റ്റർ പോലെയുള്ള ഒരു ഹോസ്പിറ്റൽ ഇതിലായിരിക്കാം. ഇവിടെ എല്ലായിടത്തും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആ ഉള്ളത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഫിൻപ്രൂവിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ആക്ച്വൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ്, നാളെ നിങ്ങൾ ഒരു സർവീസ് കമ്പനിയിൽ ചെല്ലുമ്പോൾ, ഒരു IT കമ്പനിയിൽ ചെന്നിട്ട് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ട് കയറുമ്പോൾ നിങ്ങൾ കിടന്ന് ബൊബ്ബ വെക്കരുത്. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡേ 1 മുതൽ നിങ്ങളുടെ ജോബ് ചെയ്യാൻ പറ്റണം. നാളെ നിങ്ങൾ മൈജിയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കയറുവാണ്, അല്ലെ സ്കൈലൈനിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിലെ ബേസിക് കാര്യങ്ങൾ അറിയണം. സ്കൈലൈൻ ആണ്, അല്ലെങ്കിൽ SFS ആണ്, അല്ലെങ്കിൽ വേറൊരു വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം എങ്ങനെയായി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ വില തരത്തില്ല. നിങ്ങളെ അവരൊരു ചെറിയ ട്രെയിനി ആയിട്ട് എടുത്തിരുത്തി ഒരു 5000 രൂപ 6000 രൂപ സ്റ്റൈപ്പൻഡ് തന്നു നിങ്ങളെ ഒരു 6 മാസം അവിടെ ഇരുത്തി, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 10 രൂപ 12 രൂപ തരും. അതാണോ വേണ്ടത്? അല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, നിങ്ങൾ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 9 മാസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ നമ്മുടെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് നേരെ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് പ്രോപ്പർ റോളിലേക്ക് കയറാൻ പറ്റും. ഇനി ഒരു ട്രെയിനി ആയിട്ട് നിങ്ങൾ കയറിയാലോ, ഇവർ നിങ്ങളെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു കാര്യം പഠിപ്പിച്ച് മാത്രം ഇരുത്തും. അല്ലാതെ ഈ 6 മാസം കൊണ്ട് ഇൻകം ടാക്സും GSTയും സോഹോയും ടാലിയും ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാനുള്ള സമയം പോലും ഓർക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിൽ പോയി നിങ്ങൾ അടിപൊളി ഒരു ജോബിൽ നിങ്ങളെ കയറാനായിട്ട് ഇവിടെ എനേബിൾ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു ഒരു ഞാൻ നേരത്തെ നിങ്ങളെ ഇഷ്ടം പോലെ ജോബ് വേക്കൻസീസ് കാണിച്ചു അല്ലേ? ഒരു ജോബ് വേക്കൻസിക്ക് എഗെയിൻസ്റ്റ് വരുന്നത് 200 ആപ്ലിക്കേഷനാണ് വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഒരു ജോബ് വേക്കൻസിക്ക് എഗെയിൻസ്റ്റ് വരുന്നത് 200 ആപ്ലിക്കേഷനാണ്. ഈ 200 ആപ്ലിക്കേഷൻസിൽ നിന്ന് വേണം അവരൊരു ചിലപ്പോൾ ഒരു 20 എണ്ണം അല്ല 10 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 10 എണ്ണത്തിൽ നിന്ന് ഒരാളായിട്ട് നിങ്ങൾക്ക് പുറത്തു വരണ്ടേ? ആ ജോബ് ഓഫറും കൊണ്ട് നിങ്ങൾക്ക് പുറത്തു വരണ്ടേ? ഈ ഇന്റർവ്യൂവറിനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കിട്ടാൻ പോകുന്നത് 3 മിനിറ്റ് അല്ലെ 5 മിനിറ്റ്. ഈ 3 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് കൊണ്ട് ഇന്റർവ്യൂവർ തീരുമാനിച്ചു ഇവനെ എടുക്കണോ, ഇയാളെ എടുക്കണോ, ഇവളെ എടുക്കണോ എന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കി ആൾക്കാർ പുറത്ത് വെയിറ്റിംഗ്. നിങ്ങൾ അകത്ത് കയറിയപ്പോൾ ബാക്കി 15 പേര് 20 പേര് പുറത്ത് വെയിറ്റിംഗ്. അപ്പം ഇത്രയും ആപ്ലിക്കൻസിൽ നിന്ന് നിങ്ങൾ ഒരാള് ജോബ് ഓഫറുമായിട്ട് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു അടിപൊളിയായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലെ? നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറ്റണം. ഇയാളെ എടുത്തു കഴിഞ്ഞാൽ എന്റെ ജോലി എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അല്ല എന്റെ കമ്പനി എനിക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കോൺഫിഡൻസ് കൊടുത്താലേ അവർ നിങ്ങൾ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിന് 2 വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. എന്താ? ഒന്ന് ഇന്റർവ്യൂ സ്കിൽസ്. എന്റെ അനുഭവത്തിൽ പലരും ഇന്റർവ്യൂവിന് വന്നപ്പോഴത്തേക്കും CV ഒക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് ടേബിളിലേക്ക്. നിങ്ങളാണെ ഹയർ ചെയ്യുവോ? ഇനി മുടിയൊക്കെ ഇങ്ങനെ തീ പിടിച്ച പോലെ പന്തം പോലെയൊക്കെ കൊളുത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പന്തം കൊടുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ പക്ക ഡീസന്റ് ആയിട്ട് പക്ക പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ് ചെയ്ത് ടക്കിനൊക്കെ ചെയ്ത്, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഫോർമൽ നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല ഫോർമൽ ആയിട്ട് ചാടൊക്കെ ചെല്ലുക. അപ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. CV കൊടുക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ സ്ട്രെങ്ത് ചോദിക്കും, നിങ്ങളുടെ വീക്ക്നെസ് ചോദിക്കും, ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും അവർ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്. ഇത് ആൻസർ ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ 200 പേര് ഒരുപോലെ പെർഫോം ചെയ്യത്തില്ലേ? അപ്പൊ ഇവിടെ നമ്മളെ പോലെയുള്ള ഫിൻപ്രൂവ് പോലെയുള്ള ഫിനിഷിംഗ് സ്കൂൾസിൽ ഇന്റർവ്യൂ സ്കിൽസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. കാര്യം ഞാനും നിങ്ങളും ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിന് പോവാം.
എന്നെക്കാളും ബെറ്ററുമായിട്ട് ഇന്റർവ്യൂവിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ 120% ജോലി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ വലിയ കോളേജുകളിൽ പഠിച്ച, സ്കൂളുകളിൽ പഠിച്ച ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഷോർട്ടേജ്, എവിടെയെങ്കിലും ഒരു ഷോർട്ടേജ്, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പാണ് 6 മാസം 9 മാസം കൊണ്ട് നമ്മൾ ഇവിടെ നികത്താൻ പോകുന്നത്. ഇനി പോയിന്റ് നമ്പർ 2, ഇംഗ്ലീഷ്. എത്ര പേർക്ക് തലേ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും സാറേ, എനിക്ക് ആര് വന്നാലും പ്രശ്നമില്ല എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നാളെ നിങ്ങൾ ലുലുവിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ല EXL പോകുമ്പോൾ, അല്ല EY എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ അക്കൗണ്ടിങ് ഫേമിൽ പോകുമ്പോൾ അവര് നിങ്ങളോട് മലയാളത്തിലാണോ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്? 120% അല്ല. നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ കസ്റ്റമേഴ്സ്, അവരുടെ സപ്ലയേഴ്സ് ഇതെല്ലാം ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലായിരിക്കും. ഈ ആൾക്കാരോട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു മെയിൽ അയക്കുമ്പോഴത്തേക്കും നമുക്കത് നെറ്റിൽ ഇട്ടിട്ട് ChatGPT-യിലൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് അയക്കാം. പക്ഷെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വേണ്ടേ? അപ്പം ഫിൻപ്രൂവില് നമ്മൾ ചെയ്യുന്നത് ലാംഗ്വേജ് ലാബിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. കാര്യം നിങ്ങളെ ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിക്കുന്നത് കൂടെ നിങ്ങളെ ലാംഗ്വേജ് കൂടെ പഠിപ്പിക്കും. നിങ്ങൾ അവിടെ ചെല്ലുന്ന ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ തന്നെ മലയാളത്തിലാക്കിക്കോളും. കാര്യം എന്തുകൊണ്ടാണ്? അവന്റെ ഇംഗ്ലീഷ് തന്നെ ഞഞ്ഞാവിഞ്ഞ ഇംഗ്ലീഷ്. അവൻ ഒരു ജാടയ്ക്ക് ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷൊക്കെ ചോദിക്കണ്ടേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഇന്റർവ്യൂവിൽ വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ ഇന്റർവ്യൂ സ്കിൽസിൽ ലാംഗ്വേജ് ലാബിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും 200 ആപ്ലിക്കൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV കോൺഫിഡന്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് ജോബ് മറ്റേ എംപ്ലോയ്മെന്റ് ലെറ്ററും പിടിച്ചുകൊണ്ട്, ഓഫറും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഇതാണ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തിയറി ഇല്ല. ഇതെല്ലാം ഇത്രയും വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കൊരു ഒരു ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളൊരു ജോബിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇൻഡസ്ട്രി എന്നുള്ള എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 35-40 മിനിറ്റ്സിൽ ഞാൻ കവർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു കാലത്ത് ഇവിടെ ഇപ്പൊ ഞാനാണെങ്കിലും വീണ മാം ആണെങ്കിലും ഫിലിപ്പ് സാർ ആണെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളെ പോലെ അപ്പുറത്തിരുന്നവരാ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഓപ്പൺ ആയിട്ട് ചോദിക്കാം, ഞങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞു തരാം. നിങ്ങൾ കരിയറിൽ രക്ഷപ്പെടണം, നിങ്ങൾ സക്സസ്ഫുൾ ആവണം, നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടണം, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആ ഇൻകം എത്തിക്കാൻ പറ്റണം എന്നുള്ള ഒരേ ഒരു ഡിസയർ, ഒരേ ഒരു ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. FinProve Learning